എല്ലാ മേൽനോട്ടും കൊങ്കണാണ്. അല്ല നമ്മളല്ല, PWDയുടെ മേലെ ചാരണ്ട. നിങ്ങൾ കുത്തി ചോദിക്കണത് ഇപ്പോൾ അതാണല്ലോ. അല്ല, ഇത് നമ്മൾ പിന്നെ നാട്ടിലെ ഒരു വിഷയമായതുകൊണ്ട് PWDയിലെ ഉദ്യോഗസ്ഥന്മാരെയും സെക്രട്ടറിനെയും അങ്ങോട്ട് അയച്ചതാണ്. എല്ലാത്തിനും നിങ്ങൾ രാഷ്ട്രീയം കാണില്ലേ. PWDയുടെ വർക്ക് സൈറ്റ് അല്ല, കൊങ്കൺ റെയിൽവേക്ക് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തുരങ്കപാത നിർമ്മിക്കുന്നതിന് ഇവിടുത്തെ കോൺട്രാക്റ്റാണത്. അതിൻ്റെ വർക്ക് തുടങ്ങി. പിന്നെ നമ്മുടെ ഗവൺമെൻറ് വന്നു, നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഞാൻ കഴിഞ്ഞ മാസം 12-ാം തീയതി ഓൺലൈനിലൊരു മീറ്റിംഗ് വിളിച്ചു. സെക്രട്ടറിയും PWD സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും കളക്ടർമാരും കൂടി മീറ്റിംഗ് കൂടി, കൊങ്കണിൻ്റെ ആളുകളൊക്കെ മീറ്റിംഗ് കൂടി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയതിന് ശേഷം ഒരു ടീമിനെ പറഞ്ഞയച്ചു. PWD സെക്രട്ടറി അദീല IAS, അഡീഷണൽ സെക്രട്ടറി വിനോദ് IAS, ചീഫ് എഞ്ചിനീയർമാർ, അതുപോലെ തന്നെ കളക്ടർ, വയനാട് കളക്ടർ, ഇവരെല്ലാം സൈറ്റിൽ പറഞ്ഞയച്ച് അവിടുത്തെ സ്ഥിതിഗതി. അവിടെ മണ്ണ് ഒന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണ് കൂട്ടിയിട്ടാണുണ്ടാകുന്ന അപകടം. കാരണം മേപ്പാടിയാണ്. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാകുന്നതിനെ പറ്റി പോയി പഠിച്ചു. അവിടെ ഈ മഴ പെയ്യുന്ന സമയത്ത് ജോലിക്കാരെ നിർത്തരുത്, പ്രവൃത്തി നടത്തരുത്, അത് അവിടുന്ന് മാറ്റാനുള്ള നടപടി ഉണ്ടാകണം എന്നൊക്കെ കൊങ്കൺ അധികൃതരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം അവരതിൻ്റെ റിപ്പോർട്ട് തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം തീയതി വീണ്ടും കൊങ്കൺ അധികൃതരെയും കളക്ടർമാരും ഓൺലൈനിലും സെക്രട്ടറി ഞാനടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള മീറ്റിംഗ് കൂടി. അന്ന് നമ്മളവർക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് മേപ്പാടിയാണ്, മേപ്പാടി പ്രദേശത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇതിന് എല്ലാ അനുമതിയും കൊടുത്തത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ്. എല്ലാ അനുമതിയും കൊടുത്ത്. അങ്ങനെയാണ് തുരങ്കത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ആരംഭിക്കുന്നത്. ഇപ്പോൾ വളരെ നിർഭാഗ്യകരമായി, കാരണം നമുക്ക് എന്താണ് അവിടെ സംഭവിക്കണമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. മണ്ണിടിഞ്ഞു, 8 ആളുകൾ മണ്ണിനടിയിൽ വിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഒരാളെ അവിടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് ഇപ്പം വ്യക്തമായ വിവരം കിട്ടിയിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ വെച്ചാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊങ്കൺ നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മൾ PWD അല്ല വർക്ക് നടത്തുന്നത്. ഇതൊക്കെ ആര് കൊങ്കണാണ്. നമുക്ക് നമ്മുടെ എഞ്ചിനീയറിംഗിൽ യാതൊരു മേൽനോട്ടം കൺട്രോൾ ചെയ്തിട്ടില്ല. നമുക്കൊരു കൺട്രോളില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. PWDൻ്റെ നോക്കുകുത്തിയായിരുന്നു. PWDക്ക് യാതൊരു പാർട്ടും അതിൽ കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ എങ്ങനെ അനുമതി കൊടുത്തു എന്നൊക്കെ പരിശോധിക്കണം. വയനാടാണ്, കാരണം ഈ ടനലാണ്. മേപ്പാടിയിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചൂരന്മാരെ ഒരു മേഘവിസ്ഫോടനം, ഒരു അതിരൂക്ഷമായ ഒരു മഴ ഉണ്ടായാൽ അവിടെ എപ്പോഴും മണ്ണിടിച്ചും ലാൻഡ്സ്കേപ്പ് ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ നമ്മൾ ഗൗരവമായിട്ട് പഠിക്കണം. ഇപ്പം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അവിടുത്തെ MLA സിദ്ദീഖുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം അങ്ങോട്ട് പോകുന്നുണ്ട്. മറ്റുള്ള അടിയന്തരമായിട്ടുള്ള മറ്റുള്ള ഡിസാസ്റ്റർ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മളെ കൊടുത്തിരുന്നു. നമ്മൾ മീറ്റിംഗ് കൂടി. നമ്മൾ ആദ്യം ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം എനിക്ക് വയനാടിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ഒരു ഓൺലൈൻ മീറ്റിംഗ് കൂടി കഴിഞ്ഞ ശേഷം അവിടുത്തെ സ്ഥിതിഗതികൾ പഠിക്കാൻ വേണ്ടി സെക്രട്ടറിനെ തന്നെ സാധാരണ മറ്റ് കളക്ടറോട് പറഞ്ഞത്, ഇത് PWD സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും 2 IAS ഓഫീസർമാരെയും എഞ്ചിനീയർമാരെയും പറഞ്ഞയച്ചു. അവർ പോയിട്ട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. കളക്ടർമാരുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും 1-ാം തീയതി മീറ്റിംഗ് കൂടി. ഇവിടെ തിരുവനന്തപുരത്ത് കൊങ്കണത്തിൽ എല്ലാവരെയും വിളിച്ചു കൂടി. ആ മീറ്റിംഗ് ഞാൻ വ്യക്തമായി പറഞ്ഞത് കേരളമാണ്, വയനാടാണ്, എപ്പോഴാണ് വളരെ ശ്രദ്ധിക്കണം. ആ മണ്ണ് അവിടെ നിൽക്കുന്നത് വളരെ അപകടം ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ആ മണ്ണ് ഈ ഒരു സമയത്ത് അവർക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവർക്ക് എന്താ വെച്ചാൽ ആ മണ്ണ് അവർക്ക് തന്നെ യൂസ് ചെയ്യണം എന്നുള്ള നിലക്കാണ് അവർ അതിന് നിന്നത്. അതിൽ അഗ്രിമെൻ്റ് ഞങ്ങൾക്ക് അതിനകത്ത് ഇത് കിഫ്ബിയുടെ ഫണ്ടിൽ അവിടെ ചെയ്യുന്നതാണ്. ഞങ്ങൾ എഞ്ചിനീയേഴ്സിനല്ല മേൽനോട്ടം. പക്ഷെ ഞങ്ങൾ ശക്തമായ മീറ്റിങ്ങിനകത്ത് സാറ് വിട്ട മീറ്റിങ്ങിനകത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജോലിക്കാരും അവിടെ മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ടില്ല. പെട്ടത് എഞ്ചിനീയേഴ്സും സെക്യൂരിറ്റി ഗാർഡും ആണെന്നാണ് പറയുന്നത്. അവിടെ വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും വലിയ ദുരിതത്തിലേക്ക് പോയത്. അത് മിനിസ്റ്റർ വളരെ സ്ട്രോങ് ആയി 3 മീറ്റിംഗ് ഈ കഴിഞ്ഞ 3 ആഴ്ചേൻ്റെ ഇടയ്ക്ക് മന്ത്രി അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വിളിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞയപ്പിച്ചു. അടുത്ത ആഴ്ചയും കൂടെ ഞങ്ങൾക്കൊരു സൈറ്റ് ഇൻസ്പെക്ഷൻ വെച്ചിട്ട് അത്രയും ഞങ്ങൾ ഗാർഡഡ് ആയിരുന്നു. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരത്തെ ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്താണ്. അതുകൊണ്ടാണ് അവിടെ എഞ്ചിനീയേഴ്സും മറ്റവരും മാത്രമായത്. മണ്ണ് കൂട്ടിയിട്ട് പോയിരുന്നു മഴക്കാലത്തിന് മുമ്പ് തന്നെ. അതുകൊണ്ട് ഇനി ആ മണ്ണ് എടുപ്പിക്കാൻ നിന്നിരുന്നെങ്കിൽ ആ എടുപ്പിക്കുന്ന പണിക്കാരും കൂടെ അതിൻ്റെ ഉള്ളിൽ പെട്ടേനെ. അതുകൊണ്ട് ഞങ്ങൾ CAയുടെ ഓഫീസേഴ്സും എൻവയോൺമെൻറ്റൽ ഓഫീസേഴ്സും ആയിട്ടാണ് പോയത്. വലിയ ടീമാണ് പോയത്. അപ്പോൾ CAയുടെ എഞ്ചിനീയേഴ്സും പറഞ്ഞത് ഇപ്പം ഇനി ആ മണ്ണ് തൊടണ്ട, പകരം അവിടെ ഏരിയ എന്നുള്ള ആൾക്കാരും അതിൻ്റെ താഴ്ഭാഗത്ത് മീനാക്ഷി പുഴയുടെ അടുത്തുനിന്നുള്ള വീട്ടുകാരെയും കൂടെ ആവശ്യമുണ്ടെങ്കിൽ മാറ്റിപ്പാർപ്പിക്കണം, ചെലവ് കൊങ്കൺ എടുപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വ്യക്തമായ നിർദ്ദേശം കൊടുത്തു. സർ മുന്നറിയിപ്പ് പറഞ്ഞിട്ട് നമ്മൾ വന്ന് ഇപ്പോൾ ജൂലൈ 10-ാം തീയതി തുടങ്ങിയില്ലേ, ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ നമ്മളല്ല, PWD അല്ല, കൊങ്കൺ റെയിൽവേനെ കിഫ്ബി SPV ആക്കിയതാണ്. ഇതിൻ്റെ വർക്ക് അറേഞ്ച്മെൻറ്റ് കൊങ്കണാണ്. എല്ലാ മേൽനോട്ടും
കൊങ്കണാണ്. അല്ല നമ്മളല്ല, PWDയുടെ മേലെ ഇങ്ങോട്ട് ചാരണ്ട. നിങ്ങൾ കുത്തി ചോദിക്കണത് ഇപ്പോൾ അതാണല്ലോ. അല്ല, ഇത് നമ്മൾ പിന്നെ നാട്ടിലെ ഒരു വിഷയമായതുകൊണ്ട് PWDയിലെ ഉദ്യോഗസ്ഥന്മാരെയും സെക്രട്ടറിനെയും അങ്ങോട്ട് അയച്ചതാണ്. എല്ലാത്തിനും നിങ്ങൾ രാഷ്ട്രീയം കാണില്ലേ? ഒരു ദുരന്തം ഉണ്ടായതാ, ഉണ്ടാക്കിയവരുണ്ട് ഇതിന് വ്യത്യസ്ത വീന, നമ്മളല്ല.